വിഴിഞ്ഞം മോഹരി കൈമാറ്റത്തിൽ സിപിഐഎമ്മിൽ ഭിന്നാഭിപ്രായം തുടരുകയാണ്. ഇ.പി. ജയരാജനെ തള്ളി തോമസ് ഐസക് രംഗത്ത് വന്നു. അദാനിയുമായി അഭിപ്രായ വ്യത്യാസമുള്ള ഉദ്യോഗസ്ഥയെ മാറ്റിയതിൽ ന്യായമായും സംശയമുണ്ടാകുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. ജയരാജൻ പറഞ്ഞത് കണ്ടിട്ടില്ല എന്നും അദ്ദേഹത്തെ തള്ളിപ്പറയാനില്ല എന്നും ടി.പി. രാമകൃഷ്ണൻ പ്രതികരിച്ചു. വിഷയത്തിൽ പാർട്ടിക്ക് രണ്ടഭിപ്രായം ഇല്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ വിശദീകരണം. ഇത്ര ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആള്, ഒന്ന് രണ്ട് വിഷയങ്ങളിൽ അദാനി കമ്പനിയുമായിട്ട് തർക്കമുണ്ടായിരുന്ന ഒരാള് ആ ഉദ്യോഗസ്ഥയെ പെട്ടെന്ന് മാറ്റുമ്പോൾ ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ? സർക്കാരിന് അവകാശമൊക്കെ ഉണ്ട്, പക്ഷെ ചോദ്യം ന്യായം. ഇ.പി.യെ തള്ളുന്ന പ്രശ്നമൊന്നുമില്ല. ഇ.പി. എന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ഇ.പി.യെ തള്ളി പറഞ്ഞില്ല. ഇത് എല്ലാ കാര്യങ്ങളിലും ഈ കാര്യത്തിൽ CPM-ന് ഒരു നിലപാടുണ്ട്. CPIM-ന് ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. 25% ഷെയർ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങാതെ CBIയെ സമീപിച്ചത് എന്തടിസ്ഥാനത്തിലാണ്?